പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മളോട് നമ്മുടെ ഹൃദയങ്ങളോടൊക്കെ ഇനിയും ദൈവത്തിന് ചിലതോട് സംസാരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് പറയാനായിട്ട് ദൈവം അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്തേക്കുള്ള ലൈഫ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടുള്ള പാസ്റ്റർ സാം വർഗീസാണ്. അദ്ദേഹം ലോകത്തിൽ തന്നെ ഒരുപാട് യുവജനങ്ങൾക്കും ഒരുപാട് ആളുകൾക്ക് വളരെ ആശ്വാസവും ഒത്തിരി അവരെ എൻകറേജ് ചെയ്യുന്ന വലിയൊരു പ്രസംഗനാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും കൈവരിച്ച് സ്വാഗതം ചെയ്യാം. ഈ തൊഴിലാളികൾക്ക് ഈ ശാന്തമായ ഈ സായസന്ധ്യയിൽ നമുക്കിങ്ങനെ അല്പം സുഖമുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ അവരുടെ അനുഭവമാണ് നമ്മൾ കേട്ടത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു ഉപദേശത്തെ അല്ലെങ്കിൽ തത്വസംഹിതയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഖണ്ഡിക്കാം, വിശ്വസിക്കാതിരിക്കാം, എതിർക്കാം. പക്ഷെ ഒരാളുടെ അനുഭവത്തെ നമുക്ക് എതിർക്കാൻ കഴിയും. കാരണം അയാൾ അനുഭവിച്ചത്. നിങ്ങൾക്ക് പലർക്കും വളരെ സ്നേഹവനായ ജോസഫ് സാറിൻ്റെ ചരിത്രം താൻ പറഞ്ഞു. ഒരുപക്ഷെ താൻ നല്ല സൗമ്യനായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപകാരിയായി ഇങ്ങനെ പോകുന്ന ഒരാളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ മോശമായ ഒരു ജീവിതം നയിച്ച ഒരു കാലം ഈ ഓടയിൽ കിടന്നെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ അത് പലപ്പോഴും സാക്ഷികളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു ഓടയിൽ കിടക്കുന്നു. അദ്ദേഹം സന്തോഷത്തോടെ അനേകർക്ക് ഒരു ഉപകാരിയായി, അനേകർക്ക് ഒരു അനുഗ്രഹമായി ഈ മനുഷ്യൻ മാറി. അതിന് കാരണം ഏതെങ്കിലും ഒരു ഡിയഡിക്ഷൻ സെൻ്ററിൽ പോയതല്ല, എവിടെയെങ്കിലും പോയി ധ്യാനം കൂടിയതുമല്ല, ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക പൂജയോ പ്രാർത്ഥന നടത്തിയതുമല്ല, ആരെങ്കിലും ഒരു സാരോപദേശങ്ങൾ തനിക്ക് കൊടുത്തതുമല്ല. തൻ്റെ ഉള്ളിൽ ഒരു രൂപാന്തരം ഉണ്ടായി. അതിനെ വേണമെങ്കിൽ നമുക്ക് മാനസാന്തരവും പറയാം. പക്ഷേ അദൃശ്യനായ ദൈവത്തിൻ്റെ ശക്തി തന്നെ ഒന്ന് തൊട്ടു, അത്രയേ ഉള്ളൂ. രണ്ടാമതൊന്നും കേട്ടു അജിത് സാർ അദ്ദേഹം എങ്ങനെ പറഞ്ഞു, ഇവരുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് വളരെ മോശമായിട്ട് ജീവിച്ചു, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഭാര്യ മകനൊക്കെ ഉണ്ടായിട്ടും പിന്നെ അതൊന്നും നല്ലൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവം തന്നെ ഒന്ന് സന്ദർശിച്ചു. തൻ്റെ പഴയ ജീവിതം ഒരു സിനിമയിൽ കാണുന്ന പോലെ തന്നെ കണ്ടു. താൻ അനുഭവിച്ചു കാര്യങ്ങൾ ദൈവം തന്നെ മാറ്റിയെടുത്തു. നേരത്തെ ഉത്തരവാദിത്തമുള്ള ഭർത്താവ് ഒരു അപ്പനും അമ്മയച്ചനൊക്കെ വളരെ നന്നായി പട്ടണത്തിൽ ജീവിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന അനേകരുടെ സാക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സായനത്തിൽ ചുരുക്കം ഒരു 10-20 മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിക്കുമ്പോൾ നല്ല ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് ഈ 70 ദിവസം ഭക്ഷണം കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് വീട്ടിൽ പോകാം. ഒരു വാക്യം ബൈബിളിൽ ഇങ്ങനെയുണ്ട്, അത് മറ്റാരുമല്ല പറഞ്ഞത്, ശ്രീ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. അതിങ്ങനെയാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലാണ് 28-ാം വാക്യം. അധ്വാനിക്കുന്ന എല്ലാവരും, ഭാരപ്പെടുന്ന അല്ലെങ്കിൽ ഭാരം ചുമന്നുകൊണ്ട് ഭാരം പേര് നടക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരിക്കലൊരു കവലയിൽ ഒരു ഉപദേശി ഇങ്ങനെ പ്രസംഗിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരണം. പെട്ടെന്ന് ആ ജംഗ്ഷനിലുള്ള CATK ATC ഓടി വന്നു. എന്താണ് സാർ വിളിച്ചത്? റോഡിൽ ഇറക്കാറുണ്ട് കാര്യം, ഞങ്ങളാണ് അധ്വാനിക്കുന്നത്, ആരെങ്കിലും ഹെൽത്തിലോട്ട് വർക്കേഴ്സ് ഞങ്ങളാണ്, ഞങ്ങളെ വിളിച്ചോ കുറച്ച് ഓടിയോ. പെട്ടെന്ന് ആ ഉപദേശിച്ച് ഓർത്തത് ശരിയാണ്, അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഒരു കവലേജ് എന്ന് പറഞ്ഞാൽ ഓടി വരുന്നത് തൊഴിലാളികളാണ്. പക്ഷേ ഇവിടെ ബൈബിൾ ഉദ്ദേശിക്കുന്നത് നമ്മളേതെങ്കിലും ഭാരമെടുത്ത് ഉയർത്തി അല്ലെങ്കിൽ ഒരു ചുമട് ചുമക്കുന്ന അർത്ഥത്തില്ല. ഭാരം നമ്മുടെ ഹൃദയത്തിലാണ്. ജീവിത ഭാരങ്ങൾ പേറിക്കൊണ്ട് അല്ലേ ആശ്വാസം ഒരിക്കൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാതെ ഏറ്റവും നിരാശയും വളരെ വേദനിച്ച് ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയാണ് യേശു പറയുന്നത്, ആ ഭാരവും നിങ്ങളുടെ പ്രയാസവും എല്ലാം നിങ്ങൾക്ക് മാറ്റി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ അടുക്കൽ വരണമെന്നാണ് യേശു പറഞ്ഞത്. ഇന്ന മതത്തിൽ ചേരണമെന്നോ
ഇന്ന സ്ഥലത്ത് വരണമെന്നും അങ്ങനെ എനിക്ക് അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെ ഒരു ആഹ്വാനമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ അതേ ആഹ്വാനമാണ് ഇന്ന് രണ്ട് സാക്ഷികൾ അവരുടെ അനുഭവം പറഞ്ഞത് അതിനോടൊപ്പം ചേർത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി അധ്വാനിച്ച് തളർന്നു, ഒത്തിരി ഭാരം, ജീവിതഭാരം, കുടുംബഭാരം, ഒരുപക്ഷെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കടഭാരം, ഇങ്ങനെ പലതരം ഭാരങ്ങളുണ്ട്. ഈ ഭാരങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തൊരു മനുഷ്യർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാനോ നമ്മളെ സഹായിക്കാനോ കഴിയില്ല. പക്ഷെ നമ്മളെല്ലാം സഹായിക്കാൻ കഴിയുന്ന ഒറ്റൊരു വ്യക്തിയുണ്ട്, അത് സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ദൈവം. പ്രതിനിധിക്കും ഈശ്വരൻ മുകളിലൂടെ നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് എനിക്കെന്താ കാര്യം അല്ല, ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു 2000 കൊല്ലം മുമ്പ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. ആ യേശു ക്രിസ്തു 2000 കൊല്ലം മുമ്പ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതകാലത്ത് നടന്ന 2 സംഭവങ്ങൾ ചുരുക്കമായിട്ട് 5 മിനിറ്റ് ഞാൻ പെട്ടെന്ന്. അത് ബൈബിളിൽ ലൂക്കോസ് എന്ന ഒരു മനുഷ്യൻ എഴുതിയൊരു സുവിശേഷമുണ്ട്. അതിൻ്റെ 8-ാം അധ്യായത്തിലാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോഴുള്ള അനുഭവങ്ങളെല്ലാം ശരിക്കും അത് ചരിത്രം അത് രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിലാണ് അവർ ഇരിക്കുന്നത്. യേശു തൻ്റെ 12 ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ആ ദേശത്തെല്ലാം ചുറ്റി നടന്നാൽ ഒരുപാട് നന്മ ചെയ്യുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ പോലും ഒരുമിപ്പിക്കുകയും അനേകം വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ആ കൂട്ടത്തിൽ നടന്നൊരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അത് 26-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസേന്യ ദേശത്താണ് അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്നെതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കലറുകൾ അത്രയേ ആയിരുന്നത്. ഒരു പടകിൽ നിന്ന് ഇറങ്ങി കരയിലേക്ക് യേശു ശിഷ്യന്മാരെ കയറിയപ്പോൾ ആ കരയിൽ നിന്ന് ഓടി വന്ന് തന്നെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ ആരാണെന്നറിയാമോ? ഒരു VIP ചെല്ലുമ്പോൾ നമുക്കറിയാം, പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയാൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോയി അല്ലെങ്കിൽ ഗവർണർ പോയി സ്വീകരിക്കും. ഇവിടെ യേശു ഇറങ്ങിയപ്പോൾ ഓടി വന്ന് തന്നെ സ്വീകരിച്ചത് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഇരിക്കുന്ന അദ്ദേഹം വസ്ത്രം ധരിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ശവക്കല്ലറയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ ശവക്കല്ലറ കിടക്കുന്നതുള്ളവരെ ഇല്ല. ശവക്കല്ലറ ഉള്ളിൽ ചത്ത മനുഷ്യർ കാണും, പക്ഷേ ജീവനുള്ള കാര്യം അതിൻ്റെ പുറത്ത് പോയി കിടക്കാറുണ്ട്. സദ്യ കഴിഞ്ഞാൽ അതുവഴി പോകാറൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ ഭൂതം പിടിച്ച കാര്യം അദ്ദേഹം ശവക്കല്ലറയിലാണ് കിടപ്പ്, അല്ലെ? ഉറക്കം ശവക്കല്ലറയിലാണ്. ഇനി അദ്ദേഹത്തെ പറ്റി മറ്റവർക്ക് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെ ചങ്ങലയിട്ട് ബന്ധിച്ചു ഇയാളെ അടക്കി നിർത്താൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന് അമാനുഷ്യ ശക്തിയായിരിക്കാം ഈ ചങ്ങലകൾ പൊട്ടിച്ചു കളയും. അടുത്തത് അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത് അദ്ദേഹം കൂർത്ത കല്ലുകൾ കൊണ്ട് ശരീരത്തെ കുത്തി മുറിവേൽപ്പിക്കും. അതായത് തന്നെത്താനെ ദണ്ഡിപ്പിച്ച് പീഡിപ്പിച്ച് ശരീരം രക്തം പാർന്നൊഴുകി വേദനിച്ചാലും അദ്ദേഹത്തിനൊന്നും ഇല്ല. കാര്യം ആരെങ്കിലും സ്വന്തം ശരീരത്തെ ഇങ്ങനെ മുറിക്കുമോ? അപ്പം ഭൂതമുള്ള ഒരാൾ മാത്രമേ സ്വന്തം ശരീരത്തെ മുറിക്കുകയുള്ളൂ. സാധാരണ കയ്യിൽ വെച്ച് നിലപ്പം മുറിച്ച് മരിക്കുന്നവരെ നമുക്കറിയാം. സത്യം പറഞ്ഞാലോ സുബോധമുള്ളത് അത് ചെയ്യുകയില്ല. അവരുടെ ഉള്ളിലിരുന്നുകൊണ്ട് ഒരു പൈശാചിക ശക്തി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് നമ്മൾ മറക്കരുത്. അപ്പം ഈ മനുഷ്യൻ ഇതുപോലെ കൂർത്ത കല്ലുകൾ കൊണ്ട് തന്നെ മുറിക്കുന്നു. വസ്ത്രം ധരിക്കുന്ന പ്രശ്നമില്ല, വീട്ടിൽ കയറുന്ന പ്രശ്നമില്ല, കല്ലറയ്ക്കലാണ് ജീവിക്കുന്നത്, അല്ലെ? ആർക്കും തന്നെ അടക്കാൻ കഴിയുന്നില്ല. ഇനി ചങ്ങലക്കിട്ട് വയ്ക്കാന്ന് വെച്ചാൽ ചങ്ങലയൊക്കെ പുഷ്പം പോലെ പൊട്ടിച്ചു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ട് ആ ദേശത്ത് തന്നെ എല്ലാവർക്കും ഒരു ഭീതിയാണ് ഇവരെ കണ്ടാൽ. ഇവരെ കണ്ടാൽ ജനങ്ങൾ ഓടി മാറുമായിരിക്കാം, സ്ത്രീകളൊക്കെ ഓടിത്തള്ളും. കാര്യം ഇങ്ങനെ മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യനാണ് യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ ചുരുക്കി പറയുകയാണ്. അവിടെ അവൻ ഓടി വന്ന് നിലവിളിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കരുതേ എന്നാണ് അപേക്ഷിച്ചത്. യേശു ദൈവത്തോടാണ്, ദൈവത്തോട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത്, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാനിവിടെ കാണാം ഈ കല്ലറയിലേക്ക് ജീവിച്ചോളാം. പക്ഷെ അവിടെ യേശു ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്തു. യേശു അവിടെ ചുരുക്കി വായിക്കുന്നത് അവൻ പൂർണ്ണ വിടുതൽ അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ച് അവൻ വിമോചിതനായി. അവൻ അടുത്ത 2-3 വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവൻ വസ്ത്രം ധരിച്ച് നല്ല സുബോധത്തോടുകൂടി യേശു ആ ഗ്രാമത്തിലേക്ക് ചെന്നപ്പം
ഈ ഭൂതഗ്രസ്തനായി ഓടി വന്ന് വസ്ത്രമില്ലാതെ ദേഹമെല്ലാം മുറിച്ച് ചോര ഒലിപ്പിച്ച് ചങ്ങലയൊക്കെ പൊട്ടിച്ച് വിലങ്ങും ചങ്ങല കിട്ടവനെ കത്തിച്ചാലും വിലങ്ങൊക്കെ പൊട്ടിച്ച് കളയും. നമുക്കറിയാം പഴമൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു വിലങ്ങിട്ട് നല്ലോണം പൊട്ടിവിട്ട് അങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ എളുപ്പമുണ്ട് വിലങ്ങ് പൊട്ടിക്കുന്നത്. ഇതുപോലെ വിലങ്ങിട്ട് വിട്ടാലും അവൻ അതിനെയൊക്കെ പൊട്ടിക്കും. കാര്യം അവനല്ല പൊട്ടിക്കുന്നത്, അവൻ്റെ ഉള്ളിലൊരു പൈശാചിക ശക്തിയുണ്ട്. ആ ഭൂതമാണ് അവന് ഭയങ്കര ശക്തി കൊടുത്ത് അവനെ അതൊക്കെ പൊട്ടിക്കാൻ സഹായിക്കും. പക്ഷേ യേശുവിൻ്റെ ഒരു വാക്കിൽ അവൻ സൗഖ്യമായി, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ഭൂതം വിട്ടുപോയി. അവൻ വിമോചനായി, സ്വതന്ത്രനായി, അവൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി അവൻ യേശുവിൻ്റെ അടുത്തേക്ക്. ശരി, യേശു വന്ന കാര്യം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. രാമജി ചോദിക്കും, ഗുരു അതാ ഞാനും കൂടെ വരട്ടെ കൂടെ. അപ്പോൾ യേശു പറഞ്ഞു, വേണ്ട, എൻ്റെ കൂടെ വരണ്ട. നീ പോയി സകലർക്കും ദൈവം നിനക്ക് ചെയ്ത നന്മ നീ എന്തെന്ന് പറയണം. ഇന്ന് ഞങ്ങളിവിടെ വന്ന് ദൈവം ഞങ്ങൾക്ക് ചെയ്ത നന്മയാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന് ദൈവം ചെയ്ത നന്മയാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് വന്ന സഹോദരനും ദൈവം തനിക്ക് ചെയ്ത നന്മയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ദൈവം ചെയ്ത നന്മ പറയാനുണ്ട്. ഞങ്ങൾ ഇതുപോലെ ഒരുപക്ഷെ ഒരു ഭൂതം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നെന്ന് സംശയമുണ്ട്. അതുപോലുള്ള പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷേ ഒരു ദിവസം ദൈവം ഞങ്ങളെ ഒരുമിച്ച് സ്വതന്ത്രരാക്കി. അതിൻ്റെ ആ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു പടകിൽ കയറുന്ന ശിഷ്യന്മാരുമായി ദീർഘയാത്ര ചെയ്ത് അക്കരയ്ക്ക് പോയത് ഒരു മനുഷ്യന് വേണ്ടിയാണ്. ഇനി ആ തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളൂ, ആ പടകിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ്റും കോളും ഉണ്ടായി ഈ പടക് മറിഞ്ഞു പോകുന്നു. ശിഷ്യന്മാരുടെ പെട്ടെന്ന് യേശുവിന് ഞങ്ങൾ നശിച്ചു പോകുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യും. പെട്ടെന്ന് യേശു ആ പടകിൽ ഉറങ്ങുകയായിരുന്നു. അമരത്തൊരു തലയണ വെച്ച് ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ ഉണർത്തി ഇവിടെ കാറ്റും കോളും നമുക്ക് മുങ്ങാൻ വന്നു. ഇതെന്താ ഇങ്ങനെ ഉറങ്ങുന്നത്? യേശു പെട്ടെന്ന് നിന്നിട്ട് ആ പ്രകൃതി അല്ലെങ്കിൽ കാറ്റിനെയും കോളിനെയും നോക്കിയിട്ട് അടങ്ങുക എന്ന് പറഞ്ഞിട്ട് ശാസിച്ചു. പെട്ടെന്ന് കാറ്റും കോളും നമുക്ക് അടങ്ങി ശാന്തമായി. അപ്പോൾ ആ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളൊരു മനുഷ്യനാണല്ലോ. ദൈവത്തിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും കടലിൻ്റെയും സകല പ്രതിബന്ധങ്ങളുടെയും മേൽ ദൈവത്തിന് അധികാരമുള്ള കാര്യം മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നേരെ അടിക്കുന്ന കൊടുങ്കാറ്റുകളായിരിക്കാം, ഒരുപക്ഷെ വലിയ കാറ്റുകളായിരിക്കാം, വലിയ കോളും വിളക്കവും ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിനെയൊക്കെ ഒറ്റ വാക്കുകൊണ്ട് ശാസിച്ച് ശാന്തത വരുത്തുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? അത് പറയാനാണ് ഞങ്ങൾ നിങ്ങൾ വിളിച്ചത്. ഇവിടെ ഒരു മതമാറ്റവും ഇല്ല. ഇവിടെ ആരും ഞങ്ങൾക്ക് പൈസ നിങ്ങൾ കുത്തിരിക്കുകയില്ല. ഇത് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രമാണ് ഞങ്ങൾ ആ സ്നേഹത്തിൻ്റെ സന്ദേശം പറയുന്നത്. അപ്പോൾ ഈ വലിയ കാറ്റും കോളും ഒക്കെ കഴിഞ്ഞാണ് ഒരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ഭൂതഗ്രസ്തം. ശരി, അവിടെ മറ്റൊന്നും താൻ ആർക്കും ചെയ്തില്ല, ആരോടും പ്രസംഗിച്ചില്ല, അവിടെ വലിയ യോഗമൊന്നും നടത്തിയില്ല, തിരിച്ചു പടകിൽ കയറി പോകുക. അപ്പോൾ നോക്കിയേ, ഒരു മനുഷ്യന് വേണ്ടി യേശു ഒരു പടകിൽ കയറി അക്കരച്ചു. ഇന്ന് നിങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി, നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരോ, ഏത് ചുറ്റുപാടുകൾ വരുന്നവർ, എത്ര പ്രായമുള്ളവർ, എത്ര വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർക്ക് പണമുള്ളവർ, ഇല്ലാത്തവർ, അതൊന്നും വിഷയമല്ല. ഒരാൾക്ക് വേണ്ടി മെനക്കെട്ട് ഒരു ശ്രമം എടുത്തു വരാൻ എൻ്റെ യേശുവിന് മനസ്സ്. അതുകൊണ്ട് ഒരാൾ, ആ ഒരാൾ ആരാണെന്ന് നിങ്ങൾ അറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേൾക്കും, പക്ഷേ ഇത് ഒരാൾ ഉണ്ടെങ്കിൽ മതി. ആ യേശു നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തുവാനാണ്. നിങ്ങൾ നിസ്സഹായരാണ്, കാര്യം ഭൂതം നിങ്ങളെ കൊണ്ട് ഓടിക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരാളിനെ മാത്രം ഉദ്ദേശിച്ച് യേശു വന്നു എന്നുള്ള കാര്യം മറക്കരുത്. അതിൻ്റെ 40-ാം വാക്യം വരുമ്പോൾ, യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കൈക്കൊള്ളാൻ ഒരു ഭൂതഗ്രസ്തൻ, തിരിച്ചു വന്നപ്പോഴോ കൈക്കൊള്ളാൻ ഒരു വലിയ പുരുഷാരം. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ വലിയ കൂട്ടം പ്രതീക്ഷിച്ച് നിൽക്കുന്നതേ നമ്മൾ പോകും. പക്ഷേ യേശു വലിയ കൂട്ടമുള്ളവരിലേക്കല്ല പോകുന്നത്. പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ക്ഷണിക്കാത്ത ഒരു സ്ഥലത്തേക്ക്, അതൊരു ഭൂതഗ്രസ്തനെ ഓർത്ത് യേശു അങ്ങോട്ട്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് നമുക്കറിയാം, ലോകത്തെല്ലാ മതങ്ങളും ദൈവത്തെ തേടി അങ്ങോട്ട് പോവുകയാണ്. വരാതെഴുതി യേശുദാസ് മനോഹരമായി പാടിയ പാട്ടുണ്ടല്ലോ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. ഇവരെന്തായി? അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല ഈശ്വരൻ. സത്യവും അല്ലേ? നമ്മൾ ഈശ്വരനെ തേടി അലയുന്നവരെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബൈബിളിൽ നമ്മൾ കാണുന്ന ഈശ്വരൻ മനുഷ്യനെ തേടി ചെല്ലണ്ട, മനുഷ്യനെ തേടി വന്നത്. അതാണ് ഒരു വലിയ വ്യത്യാസം. ഞങ്ങളെന്ന് പറയുന്ന ഈ യേശു നമ്മെ തേടി വന്നു, നാം അങ്ങോട്ട് തേടി പോയതല്ല. ഒരിക്കലും ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ
ദൈവത്തെ വിട്ട് ദൂരെ ഓടിപ്പോവുകയായിരുന്നു. ദൈവം എനിക്ക് വേണ്ട, ദൈവത്തെ നിഷേധിച്ച് എത്രയും ദൂരെ ദൈവത്തെ വിട്ട് ഓടിപ്പോകാമെന്ന് ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ദൈവം സ്മാർട്ടായിരുന്നു. എന്നെക്കാളും സ്പീഡ് കൂട്ടി ഓടിയതുകൊണ്ട് എന്നെ കയറി പിടിച്ചു. അതാണ് സത്യം. നമ്മൾ എത്ര ദൈവത്തെ വിട്ടു ഓടിയാലും ദൈവത്തിൻ്റെ സ്നേഹം അതിനെക്കാട്ടിലും വേഗത കൂട്ടി നമ്മെ ഒന്ന് പിടിക്കും. അവൻ്റെ ആ സ്നേഹം ചങ്ങല കൊണ്ട് അവൻ നമ്മളെ ബന്ധിക്കും. നേരത്തെ ഇരുമ്പ് ചങ്ങല കൊണ്ടും വിലങ്ങുകൊണ്ടും ആ ഭൂതക്രിസ്തനെ ബന്ധിച്ചു. പക്ഷെ ദൈവം നമ്മളെ ഇതുപോലൊന്നും ചേർത്തണയ്ക്കും. എന്തുകൊണ്ടെന്നറിയാമോ? സ്നേഹത്തിൻ്റെ പാശങ്ങൾ കൊണ്ട്, സ്നേഹത്തിൻ്റെ ചങ്ങല കൊണ്ട് നമ്മളെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനാണ് അവൻ ഇഷ്ടമുള്ള കാര്യം മറക്കരുത്. അങ്ങനെ യേശു മടങ്ങി വന്നപ്പം ഒരു പള്ളിപ്രമാണിയായ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, എൻ്റെ ഒരേ ഒരു മകളുണ്ട്, എനിക്ക് അവൾ മരിക്കാറായി കിടക്കുന്നു, ഒന്ന് എൻ്റെ കൂടെ വീട്ടിൽ എന്ന് പറയും. നമുക്ക് പറയും 12 വയസ്സുള്ളൊരു മകൾ, 8 വയസ്സുള്ള മകൾ ഒക്കെ രോഗിയായിട്ട് കിടക്കുകയാണ്, ഡോക്ടർമാരെ കൈവിട്ട് മരിക്കുമെന്ന് പറഞ്ഞാൽ ആ അപ്പൻ്റെ ആ ഉദ്വേഗം ഒന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം. അപ്പം ഇതുപോലെ അപ്പൻ ഓടി വന്ന് യേശുവിൻ്റെ കാലിൽ വീട്ട് പറയാൻ, ഗുരു എൻ്റെ മകൾ വീട്ടിൽ മരിക്കാൻ കിടക്കുന്നു, ഒന്ന് വീട് വരെ വരൂ. കാര്യം അങ്ങ് ഒത്തിരി പേരെ സൗഖ്യമാക്കുന്ന കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നിൻ്റെ വീട് വരെ വരൂ. നമ്മളാണെങ്കിൽ രാത്രി രോഗം വന്നാൽ പെട്ടെന്ന് ആംബുലൻസ് പിടിച്ച് ഒന്നിൽ ആശുപത്രിയിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോകും. ഇതുപോലെ അന്ന് ആംബുലൻസ് പിടിച്ച് കൊണ്ടുപോകാൻ ആശുപത്രിയില്ല. യേശുവിനെ അന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. യേശു വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഉടനെയാണ് അടുത്ത വാക്യം, അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവരും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തതുമായ ഒരു സ്ത്രീ. അവിടെയാണ് അടുത്തത്. യേശു പോകാം നമ്മൾ തിരിഞ്ഞിങ്ങനെ തൻ്റെ ശിഷ്യന്മാരും ഈ വിളിക്കാൻ വന്ന ആളുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. യേശു ഭൂമിയിലായിരിക്കുകയും വലിയൊരു ജനക്കൂട്ടം തന്നെ ഒപ്പം ഇങ്ങനെ തിക്കി പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് 12 വർഷമായിട്ട് നിരന്തരം രക്തസ്രവമുള്ള ബ്ലീഡിംഗ് വുമൺ. നമുക്കറിയാം നമ്മുടെ സഹോദരിമാർ, അവർക്ക് ഈ പറഞ്ഞ ഒരു കണക്കിലധികം രക്തം അവർ ശരീരത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവർ വല്ലാണ്ട് വെള്ളം എണീനിക്കുന്നു പറയും. പിന്നെ ഈ പറഞ്ഞത് രക്ഷി നോക്കി അല്ലെങ്കിൽ വളരെ കുറവാണ്, ഭയങ്കര ക്ഷീണമായിരിക്കും. അത് ഒരു ചെറിയ വിട്ടുപോയാൽ മരണം വരെ സംഭവിക്കും. അങ്ങനെ 12 വർഷമായി ഒരു സ്ത്രീ പരവശയായി എന്നാണ് അവളെ പറ്റിയിരിക്കുന്നത്. അടുത്തത്, അവൾക്കുള്ള മുതൽ മുഴുവൻ വിറ്റ് അവൾ എല്ലാ വൈദ്യന്മാർക്കും കൊടുത്ത് വൈദ്യന്മാരെ പലത് സഹിച്ചതായിരിക്കും. നമുക്കറിയാം ഡോക്ടർമാരെ കുറേ പോയാൽ, ഓരോ വൈദ്യന്മാരെ കുറേ പോയാൽ നമ്മൾ ഒത്തിരി സഹിക്കും. അങ്ങനെ ഈ സ്ത്രീ അവൾക്കുള്ള മുതൽ മൊത്തം വിറ്റ് എന്ത് ചെയ്തു? ഈ സൗഖ്യത്തിന് വേണ്ടി ഓടി. പല ഡോക്ടർമാരുടെയും പറയും, പല വൈദ്യശാലകളിലും പോയി. പക്ഷേ എങ്ങും ഒരു ഗുണവും ഉണ്ടായില്ല. രോഗം മാറിയില്ല എന്ന് മാത്രമല്ല, രോഗം മോശമാണ്. അങ്ങനെ അവൾ പരവശയായി എന്നാണ്. അതായത് അവൾ ഭയങ്കര ഡിപ്രസ്ഡ്, ഫ്രസ്ട്രേറ്റഡ്. അങ്ങനെയുള്ളൊരു സ്ത്രീ ഈ കൂട്ടത്തിൽ യേശുവിനെ കൂട്ടമായിട്ട് തിക്കിത്തിരക്കി പോകുമ്പോൾ അവൾ പുറകിലൂടെ വന്ന് അവൾ തന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞെന്ന്, അയ്യോ ഇത് ദൈവത്തനായ യേശു ക്രിസ്തുവാണ്. ഇദ്ദേഹം അനേകരെ സൗഖ്യമാക്കുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടു. എനിക്കുള്ള രോഗം അന്നത്തെ യഹൂദന്മാരുടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ രക്തസ്രാവമുള്ള സ്ത്രീകൾ അശുദ്ധരാണ്. നമുക്ക് പറയാം അന്നത്തെ കാലത്ത് അവർ ആ സമയത്ത് വീട്ടിൽ പോലും എല്ലാ കാര്യം ഇടപെടുകയില്ല. ഒരു പ്രത്യേകിച്ച് വിശുദ്ധ സ്ഥലത്തോ അമ്പലത്തിലോ പള്ളികളിലോ നമുക്കറിയാം. അന്ന് അതിനേക്കാൾ മോശമായിരുന്നു. സമൂഹത്തിലെ വരാൻ പാടില്ലെങ്കിലുള്ള രോഗികൾ അന്നത് രോഗമായിട്ടാണ്. കാര്യം ഇവർക്ക് നിരന്തരം രക്തസ്രാവമാണ്, മാസത്തിലൊരിക്കലല്ല. അങ്ങനെയുള്ളൊരു സ്ത്രീ പുറകിലൂടെ വന്നിട്ട് അവളിങ്ങനെ ചിന്തിച്ച് അവളോട് പറഞ്ഞു, ഞാൻ പുറകിലൂടെ പോയി ഈ മനുഷ്യൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് അവളോട് പറഞ്ഞു. അവൾ ആരോട് പറഞ്ഞില്ല, കാരണം അവൾ സമൂഹത്തിൽ വരാൻ പാടില്ല. സമൂഹത്തിൽ ആൾ കൂടുതലെടുത്ത് വന്നാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി. അങ്ങനെ വ്യവസ്ഥ നൽകുന്ന കാലത്ത് അവൾ ധൈര്യം സംഭരിച്ചു. കാരണം അവൾ പരവശയാണ്. അവൾക്ക് സൗഖ്യം കിട്ടിയേ പറ്റും. ഇനി വഴിയിൽ ഇനിയൊരു ഡോക്ടറില്ല, ഇനിയൊരു ആശുപത്രി ഇല്ല, ഇനി പണവും ഇല്ല. അങ്ങനെ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയ സ്ത്രീ യേശുവിനെ പറ്റി കേട്ടപ്പോൾ ഞാൻ ചെന്ന് അവൻ എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ പറയുമെന്നും നല്ലത് പറഞ്ഞു. കാരണം പരസ്യമായിട്ട് പറയാൻ പറ്റിയിട്ടില്ല, മറ്റുള്ളവർ കേൾക്കും, ആരാണെന്ന് മനസ്സിലാക്കി കല്ലറി. അതുകൊണ്ട് അവൾ ഒളിച്ച് പുറകിലൂടെ ചെന്ന് ആ വസ്ത്രത്തിൻ്റെ വിളിവിലൊന്ന് തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൊട്ടതേ ഉള്ളൂ. അവൾ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് ക്ഷണത്തിൽ അവൾക്ക് അവളുടെ രക്തസ്രാവം നിന്നെന്നും അത് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അതെങ്ങനെയാണ് അറിഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സ്വയം നിങ്ങൾക്കറിയാം, അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദന, ആ പ്രയാസം അത് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അതിൻ്റെ അർത്ഥം ആ തൊട്ട സമയത്ത് അവളിലേക്കൊരു ശക്തി കയറി എന്നാണ് സത്യം. അതെങ്ങനെ അറിയാം? യേശു പെട്ടെന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കി, ആരാണ് എന്നെ തൊട്ടത്?
അപ്പോൾ കൂടെ പോകുന്ന ശിഷ്യന്മാർ പറയണം എന്തോന്ന് ചോദ്യം, ഈ തിക്കിത്തിരക്കി പോകുന്നിടയ്ക്ക് ഈ തൊട്ടതാരെന്ന് തിക്കിത്തിരക്കുന്നത് ഇടിച്ചിടിച്ച് പോകുന്നതൊക്കെ അറിയാം. പക്ഷേ ഒരാൾ വിശ്വാസത്തോടെ എന്നെ ഒന്ന് തൊട്ടിരിക്കുന്നു. എങ്ങനെ അറിയാം? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയി. മനസ്സിലായതിൻ്റെ അർത്ഥം, നമ്മളിന്ന് വിശ്വാസത്തോടെ പോയി ദൈവത്തെ ഒന്ന് തൊട്ടാൽ ആ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ആ ശരീരത്തിൽ ദീർഘനാളായി 12 വർഷമായി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നൊരു വ്യാധി ആ നിമിഷം ക്ഷണത്തിൽ അത് സൗഖ്യമായി എന്ന് കഴിയുക. പെട്ടെന്ന് യേശു തിരിക്കുന്നിട്ട് ആരാണ് തൊട്ടെന്ന് കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഇവള് വിറച്ചുപോയി, പേടിച്ചുപോയി. കാര്യം ഇവളിനിപ്പോൾ ഇങ്ങനൊരു സ്ത്രീയാണ് വന്ന് തൊട്ടു എന്നൊക്കെ കണ്ടാൽ സമൂഹമാണ് അവളെ കല്ലറി. അവിടെ ഇരിക്കുന്നത് ഇനി മറഞ്ഞിരിക്കാൻ കഴിയില്ല. പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പം അവൾ മുന്നോട്ട് വന്ന് കാലിനെ നീട്ടി പറഞ്ഞു, ഗുരു ഞാനാണ് തൊട്ടത്. എന്താ പ്രശ്നം? എനിക്കിങ്ങനെ ഒരു രോഗമുണ്ട്. 12 കൊല്ലമായിട്ട് ഒരു വൈദ്യന്മാരെ കൊണ്ട് എന്നെ ചികിത്സ ശരിയാക്കട്ടെ. ഞാൻ പരവശയായി, എനിക്ക് ഒറ്റ പൈസ എനിക്ക്. അങ്ങനെ നിരാശപ്പെട്ടു. പക്ഷെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചോണ്ട് ഞാൻ അങ്ങേ പറ്റിയിട്ട് അതുകൊണ്ട് ഞാൻ പുറകിലൂടെ വന്നു നീ ഒന്ന് തൊടാം, നിന്നെ തൊടാന്ന് അറിയാം, നിന്റെ വസ്ത്രത്തെ തൊടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒന്ന് തൊട്ടു. പക്ഷേ എനിക്ക് പെട്ടെന്ന് സൗഖ്യം ഉള്ളിൽ അതിന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു പെട്ടെന്ന് അവരോട് പറഞ്ഞു, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ. നമ്മൾ ചിന്തിക്കും ഇങ്ങനെ രോഗസൗഖ്യം വന്നെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയെ പരസ്യമായിട്ട് വിളിച്ച് എല്ലാവരും നമുക്ക് എന്തിനാണ് ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തുകയും ചിന്തിക്കും. കാര്യം ഇവർക്കൊരു പക്ഷേ ഇങ്ങനെ രോഗമുള്ള കാര്യം അവിടെ ആർക്കെങ്കിലൊക്കെ അറിയാമായിരിക്കും. അവിടെ ചന്തയിലോ ഒരു സ്ഥലത്തോ ഒരു കല്യാണം വീട്ടിലോ ഒന്നും വരാറില്ല. പക്ഷേ യേശു പരസ്യമായിട്ട് അവളെ വിളിച്ച് അവൾക്ക് സൗഖ്യം വന്ന കാര്യം അവളുടെ വാഗോണ്ട് തന്നെ അത് സാക്ഷി പറയിപ്പിച്ച് യേശു അത് പ്രഖ്യാപിച്ചു വിട്ടു. സ്വസ്ഥമായി പോയി ജീവിച്ചു. കുഴപ്പമില്ല. കാര്യം ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് സുഖമായി എന്നുള്ളത് ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെയാണ് യേശു പരസ്യമായിട്ട് ഇനി വളരെ നിനക്ക് പുറത്തിറങ്ങി നടക്കാം, ഒരു പ്രശ്നം നിന്റെ അസുഖം മാറി. അവൾക്ക് വലിയ വിമോചനം, വിടുതൽ, സ്വാതന്ത്ര്യം കിട്ടി. ഇനി അവൾക്ക് പരസ്യമായി ഇറങ്ങി നടക്കാം. ഇനി ഈ പറഞ്ഞ പൈസ കൊണ്ട് വൈദ്യന്മാർക്ക് കൊടുക്കണ്ട, ഇനി വീട്ടിൽ ഇങ്ങനെ അടച്ചുകൂട്ടി ഇരിക്കേണ്ട, ഇനി ശരീരത്തിൽ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കേണ്ട, ഇനി ഇങ്ങനെ വിളറി കൊടുത്തിരിക്കേണ്ട. ഇനി അവർക്ക് ആരോഗ്യമായിട്ട് പോയി അവിടെ ജോലി ചെയ്യാം, വീട്ടിലുള്ള അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം, മക്കളെ വളർത്താം, അല്ലേ? ഇത് സന്തോഷമായിട്ട് ജീവിക്കാം. കാര്യം അവരുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായ ജീവനാണ്, രക്തത്തിലാണ് ജീവൻ നമുക്കറിയാം. ആ ജീവനാണ് അവരിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോവുകയല്ല, പകരം അവരുടെ ഉള്ളിലേക്ക് ഒരു ജീവൻ വന്നു. അതെങ്ങനെ വന്നു? അവളുടെ ആ വിശ്വാസത്തോടെ ഉള്ള സ്പർശനം അവരിലേക്ക് ജീവൻ വന്നു. അപ്പം യേശു എങ്ങോട്ടാണ് പോകാൻ തിരിഞ്ഞത്? ഒരു കുട്ടിക്ക് സുഖമില്ല, വീട്ടിലേക്ക് പോകാനാണ് തിരിഞ്ഞത്. അപ്പോൾ തിരിഞ്ഞ കാൽക്കൂട്ടം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അപ്പോഴത്തേക്കും അടുത്ത പാരഗ്രാഫിൽ വായിക്കുന്നു, അവനിങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഇദ്ദേഹത്തെ വെറുതെ വിട്ടത്, ഇനി പോയിട്ട് കാര്യമില്ല. കാര്യം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ അവളൊന്നും ദേഹം എന്തെങ്കിലും ചെയ്തത്, ഇനിയിപ്പോൾ പോയി, ആൾ മരിച്ചുപോയി. ഇപ്പം ഐസിയുവിൽ കിംസിൽ ചെന്നിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഒരു ഡോക്ടർമാരെ വിളിച്ചിട്ട് കാര്യം, ഇനി വലിയ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് കാര്യം, മരിച്ചുപോയി അല്ലേ? എന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് ഈസി എടുത്തപ്പം ഫ്ലാറ്റായിട്ട് കണ്ടാൽ മരിച്ചു എന്നാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തായി എന്നൊക്കെ പറയും, ഹാർട്ട് ഫെയിൽഡായി എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ മരണം സംഭവിച്ചു. അപ്പോൾ മരണം സംഭവിച്ചു എന്നുള്ള ഒരു വാർത്ത കിട്ടിയപ്പോൾ ഈ അപ്പൻ പെട്ടെന്ന് എന്തായിരുന്നു? ഇനി വരണ്ട, ആ പറഞ്ഞ സമയത്ത് വന്നിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടെ. അതിനിടയ്ക്കാണ് ഈ സ്ത്രീ കയറി വന്ന് അത്രയും ഒരു സമയം പറഞ്ഞു. അപ്പോഴാണ് നോക്കിയേ അവിടെ യേശു ഒരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. അവിടെ നോക്കിയേ യേശു ഉടനെ പറഞ്ഞൊരു പദം, ഭയപ്പെടേണ്ട. അടുത്തത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. നേരത്തെ ആ സ്ത്രീയോട് എന്താണ് പറഞ്ഞത്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ഇപ്പോഴും ഈ മനുഷ്യനോട് പറയാം, മകൾ മരിച്ചെന്നല്ലേ വിവരം കിട്ടിയത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നിട്ട് യേശു വീട്ടിലേക്ക് തന്നെ പോകുക. അപ്പോഴപ്പം വിചാരിക്കുക, നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ വരുന്നത്? ചിലപ്പോൾ മരിച്ച വീട്ടിൽ അമ്മ ആദരാഞ്ജലി അർപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ അവിടെ ചെന്നപ്പം ആ കുഞ്ഞ് മരിച്ചതിൻ്റെ പേരിൽ ഒത്തിരി പേരിൻ്റെ കാര്യം അരമുറ ഇട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് യേശു അവരെല്ലാം മാറ്റിയിട്ട് 3 ശിഷ്യന്മാരെ മാത്രം വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി. ആ മകൾ മരിച്ചു കിടക്കുന്ന മുറിയിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് കുറേ പേര് പരിഹസിക്കാൻ തുടങ്ങി. ഇയാൾ നേരത്തെ വന്നില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചത്, ഇയാളിപ്പോൾ അനങ്ങി ഇപ്പോഴാണ് വന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് അവിടെ പരിഹസിക്കുന്നു. പക്ഷേ അവിടെ പരിഹസിക്കുന്നത് മുമ്പിൽ 54 വാക്യം, അവൻ അവരുടെ കൈക്ക് പിടിച്ച്
ബാലെ അല്ലെങ്കിൽ കുട്ടി എഴുന്നേൽക്കുക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. ഉടനെ അവൾ എഴുന്നേറ്റ്. നോക്കണേ, മരിച്ചു കിടക്കുന്ന ഒരു കുട്ടിയെ കടത്തിയെടുത്ത് യേശു ഒരു ഉറങ്ങുന്ന കുട്ടിയോട് ചെയ്യുന്നത് പോലെ കൈ പിടിച്ചിട്ട് മോളെ എഴുന്നേറ്റ് പിടിച്ചിട്ടുണ്ട്. അവളുടെ ആത്മാവ് മടങ്ങി വന്ന് അവൾ എഴുന്നേറ്റ് ജീവനോടെ. പ്രകൃതിയുടെ മേൽ യേശുവിന് അധികാരം. മനുഷ്യ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു രോഗത്തെ ശാസിച്ച് ഒരു സൗഖ്യം കൊടുത്തു. ഒരു മനുഷ്യൻ ഭൂതങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ കുടികൊണ്ട് അല്ലെങ്കിൽ ഭ്രാന്തനാണെങ്കിൽ വേണമെങ്കിൽ സൈക്കാട്രിക് ചികിത്സ കൊടുത്താൽ മതി. ഇത് ഭൂതമാണ്, ഭ്രാന്തൻ. പക്ഷെ ഭൂതഗ്രസ്തനെ എന്ത് ചെയ്തു? വിടുവിച്ചു. തന്റെ സുബോധമുള്ളതായി വസ്ത്രം ധരിച്ച് അവൻ വീട്ടിൽ സാക്ഷി. ഇതാ ഒടുവിൽ മരണത്തിന്മേലും അധികാരമുള്ള യേശു. നമ്മൾ എന്തിനേക്കാണ് ഭയപ്പെടുന്നത്? എന്തൊക്കെയാണ് നമ്മളെ പിടിച്ച് ബന്ധിച്ചു വെക്കുന്നത്? ഒരു രോഗം വന്നാൽ നമ്മൾ ബന്ധനത്തിലാണ്. ശരിയല്ലേ? പ്രകൃതി ഒരു താണ്ഡവമാകുമ്പോൾ നാം ബന്ധനത്തിലാണ്. ഒരു ഭൂതം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭൂതത്തിന് അടിമയാണ്. ഒടുവിൽ മരണത്തിൽ നിന്നും അടിമയാണ്. പക്ഷെ ഈ എല്ലാം പറയപ്പെട്ട ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അനുഭവിക്കുക. ഇന്ന് രാത്രിയുടെ വാക്കിൽ ഞാനോട് നിർത്തുക. ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളിത് ഏതെങ്കിലും ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരും രോഗം ഉണ്ടാവണമെന്നില്ല. ഉണ്ടാക്കപ്പെടുന്നത് ഒന്നെങ്കിലും രോഗിയാണ് അല്ല, ആരോഗ്യമുള്ളതാണ് തോന്നില്ല. പക്ഷേ രോഗങ്ങൾ കാണാം, പലതരത്തിലുള്ള രോഗമാണ്. പക്ഷെ എന്ത് രോഗമാണെങ്കിലും ആ രോഗത്തിന് സൗഖ്യം തരാൻ ഒരു വൈദ്യനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും യേശുവിനെ കൊണ്ട് കഴിയും. ഇന്ന് രാത്രി നിങ്ങളുടെ രോഗികളെ ഞങ്ങൾക്ക് ആർക്കും രോഗശാന്തി വരവൊന്നുമില്ല. പക്ഷെ ഒന്നറിയാം, യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു എവിടെ നിൽക്കുന്നത് നമുക്കറിയില്ല. യേശുവിൽ ദൈവം അമ്മാവും ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം വരുന്നു പറയുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സൗഖ്യമാക്കും. അത്രയും. രണ്ട്, ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ്. നേരത്തെ പറഞ്ഞത് മദ്യപാനം വിളവണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. മദ്യപാനം ഒരു അഡിക്ഷനാണ്. സത്യം പറഞ്ഞാൽ അതിനപ്പുറം ഒരു പൈശാചിക ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നിങ്ങളുടെ ഒരു മദ്യപിക്കുന്ന ഭർത്താവുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദ്യപിക്കുന്ന മയക്കുമരുന്നിനായ മകളോ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടറിയാം. ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ മദ്യപിക്കുന്നവരായിരുന്നെങ്കിൽ ആ കുടുംബം എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത് അനുഭവിച്ച നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള മദ്യപാനാസക്തി കൊണ്ടുവരുന്ന ആ പൈശാചിക ശക്തിയിൽ നിന്ന് നിങ്ങളെ ഇന്ന് വിടുവിച്ച് സ്വതന്ത്രമാക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെ മാത്രം ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ ഇവിടെ വന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് സഹോദരൻ ഒരു വലിയ മദ്യപാനിയായിരിക്കാം. പക്ഷെ ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം വിടുവിക്കും. ഇനി മരണപരമായ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. മരണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മരണം മാത്രമല്ല, ആത്മാവിൻ്റെ മരണമാണ് ഏറ്റവും ഭയാനകമായ കാര്യം. ആത്മാവ് മരിച്ചാൽ ഇതിലൊന്നും നരകത്തിൽ നമ്മൾ അകപ്പെട്ടു. അതല്ല, ആത്മാവിൻ്റെ ഒരു രക്ഷ, ഒരു നിത്യജീവൻ കിട്ടിയാൽ എന്നെന്നും പർദീസിൽ സ്വർഗത്തിൽ ദൈവത്തോടെ ആ നിത്യരക്ഷ തരുവാനാണ് യേശുക്രിസ്തു വന്നത് എന്നുള്ള സന്തോഷமான സുവിശേഷം പറയുവാനാണ് ഞങ്ങളിവിടെ വന്നത്. ഈ ജോസഫ് സാറ് നിങ്ങളെല്ലാം വിളിച്ചു കൂടിയതിൽ ഞങ്ങളെല്ലാം അവിടെ വന്നത് മറ്റൊന്നുമല്ല, അവർ നല്ല വർത്തമാനം നിങ്ങളോട് പറഞ്ഞു. എന്താണ് ആ നല്ല വിശേഷം? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളുടെ 5 പൈസ വേണ്ട, നിങ്ങൾ കത്തിക്കുന്ന മെഴുതിരിയും വേണ്ട, കൊണ്ടൊഴിക്കുന്ന എണ്ണയും വേണ്ട, ഉടയ്ക്കുന്നത് തേങ്ങയും വേണ്ട, ഏതെങ്കിലും ഒരു മലയിലേക്ക് കയറിയും പോകണ്ട, എങ്ങും പോയൊരു ധ്യാനവും പോകണ്ട. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ യേശുവിനെ ഒന്ന് സ്വീകരിച്ചാൽ മാത്രം. നിങ്ങളുടെ പേര് മാറ്റേണ്ട, ജാതി മാറ്റേണ്ട, മതം മാറ്റേണ്ട, സർട്ടിഫിക്കറ്റ് എഴുതേണ്ട, ഒന്നും എഴുതേണ്ട. ഇത് നല്ലോണം ഓർക്കുക. ഇത് ആത്മാവിൻ്റെ രക്ഷയുടെ കാര്യമാണ്. ഇതൊരു മതം മാറ്റമല്ല, ഇത് മനം മാറ്റമാണ്. ഇവിടെ രൂപാന്തരം വരുന്നത് നമ്മുടെ ഉള്ളിലാണ്, അല്ലാതെ പുറത്തല്ല. അകത്ത് നമുക്കൊരു രൂപാന്തരം ആവശ്യമാണ്. നമ്മളെ അകറ്റുന്ന വിഷയം നമ്മുടെ രോഗമാണ്. നമ്മളെ അകറ്റുന്നത് എന്തെങ്കിലും സാധാന്യമായ ഒരു പ്രവൃത്തിയാണ്. നമ്മളെ അകറ്റുന്നത് ഒരുപക്ഷെ പ്രകൃതിയിലെ എന്തെങ്കിലും ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മളെ അകറ്റുന്നത് എന്തെങ്കിലും ഒരു മരണഭയമാണ്. എന്തു തന്നെയാണെങ്കിലും ഇന്ന് അതിൽ നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിടെ കടന്നു. ജോസഫ് സാറിനെ വിടുവിച്ച ദൈവമുണ്ട്, ആജിത് സാറിനെ വിടുവിച്ച ദൈവമുണ്ട്, ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിച്ച ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. രോഗികളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മച്ചി ഞാൻ രോഗിയാണെങ്കിൽ വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അമ്മച്ചിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. യേശുവേ, എന്നെ നീ സൗഖ്യമാണ്. യേശുവേ, നീ എന്നെ വിടുവിക്കണം.
യേശുവേ എൻ്റെ ഉള്ളത്തിന് മുമ്പ് വരട്ടെ. യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാവം ക്ഷമിക്കണം. ഇങ്ങനെ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വായിക്കൊണ്ട് നിങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കുകയില്ല. ഇതൊരിക്കലും നിർബന്ധത്താൽ ചെയ്യുന്നൊരു കാര്യമല്ല. നിങ്ങളുടെ സ്വയം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തി എടുക്കുക. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് എനിക്ക് സഹായം വേണം, എനിക്ക് വിടുതൽ വേണം, എൻ്റെ വീട്ടിൽ ആശ്വാസം വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, എൻ്റെ കുടുംബത്തിൽ എനിക്ക് അനുഗ്രഹം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരു പ്രാർത്ഥന, യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ എന്നൊരു പ്രാർത്ഥന. ഒരു പാട്ടുണ്ട്, എൻ്റെ അവസ്ഥകൾ മാറിയിടുക, എൻ്റെ അവസ്ഥ മാറുക. ഒരു പാട്ട് പാടി ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള പാട്ട് താളുകളുണ്ട്. യേശുവേ ഒരു വാക്കുമതി എന്ന അവസാനത്തെ പാട്ടാണ്. രണ്ടാമത്തെ പാട്ട് യേശുവേ ഒരു വാക്കുമതി എന്നൊരു പാട്ട്. ആ പാട്ട് ഒരുമിച്ച് നമുക്കത് പാടാം. യേശുവേ ഒരു വാക്കുമതി. അതൊരു വാക്കിങ്ങനെയാണ്: മരിച്ചവരെ വിടുവിച്ചതാണ്, രോഗികളെ വിടുവിച്ചതാണ്, കൊടുങ്കാറ്റിനെ അടക്കിയതാണ്. ഞാനിപ്പോൾ പറഞ്ഞ കഥയിൽ മൂന്നുണ്ടായിരുന്നു. മരിച്ച കുഞ്ഞിനെ വിടുവിച്ചു, ആ രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കി, ആ കൊടുങ്കാറ്റിനെ അടക്കി. ആ അടക്കിയ ഒരു വാക്കെനിക്ക് മതി. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എൻ്റെ രൂപാന്തരം വരുവാൻ ഞാൻ ഏറെ ഫലം നൽകാം. യേശുവേ നിന്റെ ഒരു വാക്ക് മതി. യേശുവേ നിന്റെ ഒരു വാക്ക് അറിയണം. യേശുവേ ഒരു വാക്ക് മതി. എല്ലാവരും നമുക്ക് ആത്മാർത്ഥമായിട്ട് പാടാമോ? ഒരു വാക്ക് മതി.
നമ്മളെ ആരെങ്കിലും സഹായിക്കണം, പണം തരാം, കടം തീർക്കാം, ജോലി തരാം, നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരു ശുപാർശ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വാക്കിനെ ഒത്തിരി വിശ്വസിക്കും. പക്ഷെ മനുഷ്യരുടെ വാക്കുകൾ മാറിപ്പോകും. മനുഷ്യരെ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം. ആ ദൈവം ഒരു വാക്ക് ലഭിച്ചാൽ എനിക്ക് സൗഖ്യം. ആ ദൈവം ഒരു വാക്ക് ലഭിച്ചാൽ എനിക്ക് രൂപാന്തരം, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമാണ്, എൻ്റെ ചത്ത അവസ്ഥയ്ക്ക് മാറ്റമില്ല. എൻ്റെ രോഗം മാത്രമല്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ സങ്കടം മാറി സന്തോഷം, അസ്വസ്ഥത മാറി സമാധാനം, എൻ്റെ നിരാശ മാറി വലിയ സന്തോഷം എൻ്റെ ഉള്ളിൽ. ഇങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവരും ചേർന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗികളായി വന്നിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, തീർച്ചയായും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടക്കി പഠിച്ച വിഷയം നമ്മുടെ ദൈവത്തോട്, ഹൃദയത്തിൽ നിന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ ഒരു വാക്ക് നീ എന്നോട് സംസാരിക്കണം. ഇത് രാത്രി ഞാൻ കിടക്കയിൽ കിടക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിലൂടെ നീ എന്നോട് സംസാരിക്കണം. എൻ്റെ അവസ്ഥ ഞാൻ ചിരിച്ചു കളിച്ചൊക്കെ നടക്കുന്നു, ഞാനൊക്കെ തമാശകൾ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നു, എനിക്കൊരു കുഴപ്പമില്ലാത്തപോലെ ഞാൻ അഭിനയിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനയുണ്ട്, എൻ്റെ ഉള്ളിൽ ഒത്തിരി മുറിവുകളുണ്ട്, എനിക്ക് അടക്കാൻ കഴിയാത്ത ഒത്തിരി വേദനകളുണ്ട്. ഞാനിങ്ങനെ എത്ര നാളിങ്ങനെ അഭിനയിച്ച് ജീവിക്കും. എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് വിചാരിക്കാം. അതിനുള്ള നമുക്ക് എഴുന്നേറ്റ് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഈ ജോസാദങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണല്ലോ. പക്ഷേ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ ആയിരം മടങ്ങ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കൊന്നും അലപ്പം ചെയ്യാൻ കഴിയില്ല, ഇതൊക്കെ പറയാനേ കഴിയുള്ളൂ. എനിക്കൂടെ ഇത് പ്രാർത്ഥിക്കും. പക്ഷേ പ്രവർത്തിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ദൈവം, ആ ദൈവം നമുക്ക് പ്രവർത്തിക്കും. ഇന്ന് ഈ രാത്രിക്കാലം ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണടച്ചു പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസ്ഥാനങ്ങളിൽ പതുക്കെ എഴുന്നേറ്റ് നിന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചു അങ്ങോട്ടിങ്ങോട്ട് നോക്കല്ലേ, ആരും ശ്രദ്ധകൾ അങ്ങോട്ടിങ്ങോട്ട് പകരല്ലേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം വേണം, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ നിരാശയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ഈ പറഞ്ഞപോലെ ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശനം എനിക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഒരു വാക്ക് എനിക്ക് കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ദയവാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം കണ്ണുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതിയിട്ടില്ല. ഞങ്ങളാരും നിങ്ങളെ കാണുന്നില്ല, പക്ഷേ സർവത്തെയും കാണുന്ന ദൈവം, സർവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ ദൈവം നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ പുറമെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ കാണുന്നു, പക്ഷേ നിങ്ങളുടെ ആകം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ അകത്തെ അവസ്ഥ, നിങ്ങളുടെ വേദന, നിങ്ങളുടെ നിരാശ, ആരോടും പറയാൻ വയ്യാത്ത അവസ്ഥ എൻ്റെ ദൈവം കാണുന്നു. ആ ദൈവശക്തിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ്റെ മുമ്പിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു മനുഷ്യനാണ് സർവജ്ഞനായ ദൈവം, സർവശക്തിയുള്ള ദൈവം, സ്നേഹവാനായ ദൈവം. ആ ദൈവങ്ങളുടെ ഒന്നിപ്പോഴാണ് ആ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരമാണ്, ഒരു വലിയ മാറ്റമാണ് ദൈവത്തിൽ. ഒരു പക്ഷേ നിങ്ങൾ മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരാളായിട്ടല്ല മടങ്ങി പോകണം. നിങ്ങൾക്ക് വലിയ മാറ്റമാണ് നിങ്ങൾക്ക് മാറ്റം. നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ പുറമെടുക്കുന്നതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഒന്നും ചെയ്യാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിനായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ സായനത്തിൽ ഞങ്ങൾക്കിങ്ങനെ ഈ കിടപ്പുറത്തിൽ ഹോട്ടലിലെ ഈ മുറി ഞങ്ങൾക്കിങ്ങനെ ഇത്രയും ഒരുമിച്ച് വരാനിടയാക്കി ഞങ്ങൾക്ക് സ്തോത്രം, നന്ദി. ഇത് കർത്താവെ യാദൃച്ഛികമെന്ന് ഞങ്ങൾക്ക് ജോസഫ് സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു നിങ്ങൾ പലരും പറഞ്ഞു. പക്ഷേ ഞങ്ങളെ വിളിച്ചത് ജോസഫ് സാറല്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ സ്നേഹത്തോടെ കൊണ്ടുവരാനായിട്ട് നന്ദി പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന ഈ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും ഞങ്ങൾ ആരെക്കാട്ടിലും അവർ സ്നേഹിക്കുന്നു, അവർ ചിന്തിക്കുന്ന ആരെക്കാട്ടിലും അങ്ങ് സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി കൊടുക്കണം. അങ്ങയുടെ സ്നേഹമാണെന്ന് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയത്തിലേക്കൊന്ന് പകർന്നുകൊടുക്കട്ടെ. അവരുടെ ആവശ്യമാണ് അറിയുന്നു, അവരുടെ അവസ്ഥ അറിയുന്നു. അതിലെല്ലാം കർത്താവേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. അവരുടെ ആവശ്യം എന്തെന്ന് ഒരുപക്ഷെ അവർ തുറന്നു പറയണമെന്നില്ല, ഞങ്ങൾ ആരോട് അറിയണമെന്നില്ല. പക്ഷേ ഇത് ദൈവം സകലം അറിയുന്നതിനായിട്ട് നന്ദി പറഞ്ഞു.
അവരുടെ ഹൃദയത്തിൽ ആ ദൈവ സ്നേഹം കൊണ്ടൊന്ന് നിറയ്ക്കണമേ, ആ വലിയ സമാധാനം കൊണ്ടൊന്ന് നിറയ്ക്കണമേ, ആ സന്തോഷം കൊണ്ടൊന്ന് നിറയ്ക്കണമേ. യേശുവിന്റെ ഉള്ളത്തിലേക്കൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരും രോഗികളായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം അവരെ ഒന്ന് തൊട്ട് അവരെ ഒന്ന് സൗഖ്യമാക്കണമേ. ഒരു സ്ത്രീ ചെന്ന് അങ്ങോട്ട് തൊട്ടപ്പോൾ സൗഖ്യം വന്നെങ്കിൽ ഇത് ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ കർത്താവെ രോഗികളായിരിക്കുന്നതിനോടൊപ്പം ചേർന്ന് അങ്ങേ ഞങ്ങളൊന്ന് തൊടുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ കർത്താവെ അങ്ങൊന്ന് അവരെ തുടരണമെന്ന് പ്രാർത്ഥിക്കും. രണ്ടാണെങ്കിലും അവർക്ക് സൗഖ്യം വരുമല്ലപ്പാ. അതുകൊണ്ട് നീ അവിടെ നിന്ന് വിടുവിച്ച് തൊട്ട് സൗഖ്യമായിരിക്കാൻ നന്ദി പറയുന്നു. സമാധാനമില്ലാതെ ആരെങ്കിലും വന്നെങ്കിൽ അവരുള്ളിൽ വലിയ സമാധാനം ചെയ്യാൻ നന്ദി പറയുന്നു. സന്തോഷമില്ലാതെ വന്നിരിക്കുന്നുവെങ്കിൽ അവരുള്ളിൽ വലിയ സന്തോഷത്തെ കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം കർത്താവേ. യേശുവെ അങ്ങയുടെ വലിയ സ്നേഹത്താൽ നിറച്ച് ഇന്ന് ഈ മക്കളെയൊക്കെ നീ മടക്കി അയക്കണമേ. അവരിൽ നിന്ന് മടങ്ങി വീട്ടിൽ പോകുമ്പോൾ അവർക്ക് വലിയ വ്യത്യാസം ഉള്ളിൽ തോന്നട്ടെ. അവരുടെ ശരീരത്തിൽ വലിയ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ ഉള്ളിൽ കർത്താവേ വലിയ സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കിടന്ന എല്ലാവരെയും ഞങ്ങൾ നിങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചായിരിക്കും. ഉള്ളിലൊരു വലിയ ദൈവപ്രവൃത്തി നടന്ന് തുടങ്ങിയിരിക്കാൻ നന്ദി പറയുന്നത്. എല്ലാ മഹത്വവും അങ്ങ് തന്നെ എടുക്കണമെന്ന് സംഘടിപ്പിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണം. പാടിയവരെയും സാക്ഷ്യം പറയുന്നവരെയും ഇവിടെ ഭക്ഷണം തമ്മിൽ ഈ ഹോട്ടലിൽ ചെണ്ടാവാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഇന്നിവിടെ വന്ന് ഈ പ്രാർത്ഥന നടത്തിയത് ഈ സ്ഥാനത്തിനും ഈ സ്ഥാപനത്തിനും വലിയ കർത്താവെ അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിവുകളെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മടങ്ങി പോകുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കണമേ. അവരുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കർത്താവേ മറ്റെന്തെങ്കിലും കടഭാരത്താൽ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ ഭാരങ്ങളെ നീ നീക്കി കൊടുക്കണം. കുടുംബങ്ങളിൽ വലിയ സമാധാനം കൊടുക്കണമേ. പ്രത്യേകിച്ച് ഇവരുടെ കർത്താവ് ഞങ്ങളുടെ രണ്ട് സാക്ഷികളും മദ്യപാനികളായിട്ട് ആരെങ്കിലും ഇവരുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ആ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് നീ വിടുവിക്കണമേ. അവരെ നീ സ്വതന്ത്രരാക്കണമേ. വലിയ വിമോചനം അവർക്ക് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിന് ആരെങ്കിലും അടിമകളായിരിക്കുമെങ്കിൽ അവരെയും അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സമാധാനമാണ് കുടുംബങ്ങളിലേക്ക് ഇന്ന് നീ അയച്ചിരിക്കാൻ നന്ദി പറയുന്നത്. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത്രയും നേരം ഞങ്ങൾ സ്നേഹത്തോടെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും രാത്രി ഭക്ഷണം കഴിക്കുക.